കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കേരള നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന പൊതു തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. അന്ന് കൊല്ലം ജില്ലയിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, കൊല്ലം, ഇരവിപുരം. ഇതാണ് അന്ന് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. ബാക്കി 5 നിയമസഭാ മണ്ഡലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിജയം കൊണ്ടത്. പത്തനാപുരത്ത് എൻ രാജഗോപാലൻ നായരും പുനലൂർ പി ഗോപാലനും, ചടയമംഗലത്ത് കെ ഭാർഗവനും, കൊട്ടാരക്കരയിൽ ഇ ചന്ദ്രശേഖരൻ നായരും, ഇരവിപുരത്ത് പി രവീന്ദ്രനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളായി ജയിച്ചത്. കോൺഗ്രസ്സുകാരായി ജയിച്ച സ്ഥാനാർത്ഥികളിൽ കരുനാഗപ്പള്ളി കുളങ്ങര കുഞ്ഞുകിഷനായിരുന്നു. കൊല്ലത്താകട്ടെ എ റഹീം. കൊല്ലത്ത് എ റഹീം പരാജയപ്പെടുത്തിയത് RSPയിലെ TK ദിവാകരനെയായിരുന്നു. 7796 വോട്ടിനാണ് എ റഹീം അന്ന് ജയിച്ചത്. അങ്ങനെ കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം കൊല്ലത്ത് നിന്ന് ജയിക്കുന്ന ആദ്യ സ്ഥാനാർത്ഥിയാണ് എ റഹീം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.